إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്രായിലെ ആദ്യത്തെ വചനമാണ് ഞാനിവിടെ ഓതി കേൾപ്പിച്ചത്. ഈ സമയം ചിലരെങ്കിലും ഇസ്രാ മിഅ്റാജ് ഒരു വിഷയം ആയിട്ട് ചർച്ച ചെയ്യലുണ്ട്. അതിൽ നിന്ന് ഉള്ളതും ഇല്ലാത്തതുമായ ചില പ്രവൃത്തികളൊക്കെ ഉണ്ടാവില്ല. അവർ ചിലർ ഓർമ്മപ്പെടുത്തുക എന്നുള്ള വിഷയം മാത്രമാണ് ഉദ്ദേശിച്ചത്. ഇസ്രാ മിഅ്റാജ് അത് ഇസ്ലാമിലെ ഒരു വലിയ ഒരു സംഭവമാണ്. നമ്മളൊക്കെ എത്രയോ കേട്ടതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായിനെ പറ്റി പറഞ്ഞത് ഇപ്പം ഞാനിവിടെ ഓതിയ വചനാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി എന്ന് തുടങ്ങുന്ന അള്ളാഹു പരിശുദ്ധനാണ്, തൻ്റെ അടിമയെ രാത്രി സഞ്ചരിപ്പിച്ച മിനൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രി സഞ്ചരിപ്പിച്ച നാഥൻ അള്ളാഹു പരിശുദ്ധനാണ്. അതിൽ നുരിയഹു മിൻ ആയാത്തിന, എൻ്റെ മുമ്പ് അല്ലദി ബാറക്ന ഹൗലഹു, മസ്ജിദുൽ അഖ്സൻ്റെ പരിസരമൊക്കെ നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം നബിക്ക് ഉണ്ടാക്കിയത്? അദ്ദേഹത്തിന് ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ്. ഇന്നഹു വസ്സമീഉൽ ബസീർ, തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കണ്ടറിയുന്നവനുമാണ്. അപ്പം ഇസ്രാ അത് ഇനിയിപ്പോൾ നമുക്ക് നിഷേധിക്കാനൊന്നും പറ്റൂല. പരിശുദ്ധ ഖുർആനാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ഇസ്രാ എന്നാണ്. ഇനി മിഅ്റാജ്. അപ്പോൾ മിഅ്റാജ് എന്താ? ഇസ്രാവിടെ പറഞ്ഞു മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള രാത്രിയുള്ള പാലായനം, അങ്ങോട്ടുള്ള സഞ്ചാരം, അതാണ് ഇസ്രാ. മിഅ്റാജിനെ പറ്റി സൂറത്തുൻ നജ്മിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. വലഖദ് റആഹു നസ്ലത്തൻ ഉഖ്റ ഇൻദ സിദ്റത്തിൽ മുൻതഹ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിഅ്റാജിനെ പറ്റി സൂറത്തുൻ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് മിഅ്റാജ്? മിഅ്റാജ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പിന്നെ മുകളിലേക്കുള്ള സഞ്ചാരമാണ്. അങ്ങനെ ഒന്നാം ആകാശം, രണ്ടാമത്തെ ആകാശം, അങ്ങനെ 7 ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലം വരെ, അതൊരു മരത്തിൻ്റെ പേരെന്ന സ്വർഗലോകത്തിൻ്റെ അടുത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിപ്പിക്കപ്പെട്ട സംഭവമാണ് മിഅ്റാജ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു വിഷയം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധന മതത്തിൽ ശറഅക്കപ്പെടുകയുണ്ടായി. 5 നേരത്തെ നമസ്കാരമാണത്. അള്ളാഹുവിൻ്റെ അടുത്ത് പോയി റബ്ബ് നേരിട്ട് സംസാരിച്ചു എന്നാണ്. റബ്ബ് നേരിട്ട് സംസാരിച്ചു. അങ്ങനെ
അള്ളാഹു സംസാരിച്ചത് 2 നബിമാരോട് മാത്രമാണ്. ഒന്ന് മൂസാ അലൈഹിസ്സലാം, മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയിൽ മാധ്യമമില്ലാതെ സാധാരണ വഹിയെ കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വഴിയാണ്. ആ മലക്കിന്റെ മാധ്യമം ഇല്ലാതെ നേർക്കുനേരെ റബ്ബ് സംസാരിച്ച 2 വ്യക്തികളാണ് മൂസാ അലൈഹിസ്സലാമും അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അപ്പം ഇതിൽ ചില പാഠങ്ങൾ ഞാനൊന്ന് ഓർമ്മയാക്കാം. ചില പാഠങ്ങൾ മാത്രം നമുക്കൊക്കെ അറിയുന്നതാണ്, പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. എന്തായാലും ഓർമ്മപ്പെടുത്തൽ, ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മപ്പെടുത്തുക, തീർച്ചയായും മുഅ്മിനുകൾക്ക് അത് പ്രയോജനം ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പാഠം, ഈ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് വിവരം പറയുന്നുണ്ട്, ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ നബിക്കെതിരെ നിരന്തരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അവരിതൊരു നല്ല അവസരമായിട്ട് ഉപയോഗിക്കുക ചെയ്ത് ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി. കാരണം ഇതൊരു മനുഷ്യരോട് പറഞ്ഞാൽ ഭൗതിക മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയമാണ്. ഇതിനേക്കാൾ ചെറുത് പറഞ്ഞാൽ തന്നെ അതൊക്കെ ഇപ്പം ഉണ്ടാകുമോ, അതൊക്കെ സംഭവിക്കുമോ എന്നൊക്കെയുള്ള മനുഷ്യർ ചോദിക്കുക. എങ്കിൽ മനുഷ്യർക്ക് ചോദിക്കാവുന്ന വലിയ വിഷയം തന്നെയാണിത്. കാരണം ഇവിടെ 2 മാസത്തെ വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി പറഞ്ഞാൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയമാണ്. അതിനും പുറമെ ആകാശലോകങ്ങളുടെ വിശാലത എന്താ നമുക്ക് ആലോചിച്ചാലൊന്നും മനസ്സിലാവില്ലല്ലോ. അങ്ങനെ 7 ആകാശവും കടന്നു പോയി ഈ വിവരമൊക്കെ ജനങ്ങളോട് പറയണം, പറയാതിരിക്കാൻ പറ്റൂല. പറഞ്ഞപ്പോഴുള്ള പ്രതികരണം 2 തരം മനുഷ്യന്മാരുണ്ടായിന്ന്. അപ്പം അതിലൊക്കെ നമുക്ക് പാഠമുണ്ട്. നമ്മളതിൽ ഏതിൽ പെടണം, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്ന് വളരെ മോശപ്പെട്ടൊരു കൂട്ടരുണ്ടായി, ചോദ്യം ചെയ്യാം, അള്ളാഹുവിൻ്റെ ദീനിനെ ചോദ്യം ചെയ്യുന്നൊരു കൂട്ടര് അതുണ്ടായി. ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ, എന്ത് വിവരക്കേടാണ് പറയുന്നത് എന്നിട്ട് ചോദ്യം ചെയ്യുക മാത്രമല്ല, അവരത് പരിഹസിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിച്ചാഞ്ഞ് ചിരിച്ചു. അവരെ ഈ പരിഹാസം കാര്യമൊക്കെ കണ്ടപ്പോൾ ചില മുസ്ലിങ്ങളായവർ തന്നെ മുർത്തദ്ദുകളായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ പ്രശ്നമുണ്ടാക്കി. ദീനിന്റെ ചില വിഷയങ്ങൾ ജനങ്ങൾക്കിടയിലിട്ട് അതിനെതിരെ സംസാരിച്ച് നിൽക്കുമ്പോൾ കൃത്യമായി പഠിക്കാത്തവർ പിന്നെ എന്താ ഇത് എന്നൊക്കെ ചിന്തിക്കും, മതത്തിനെതിരെയൊക്കെ ചിന്തിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും ചിലരെ ബന്ധിപ്പിച്ച ഒരു വിഷയമായി എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ. പക്ഷെ അവർ നബിയെ ചോദ്യം ചെയ്തു. അപ്പോൾ അവർക്ക് പരിചയമുള്ള ആകാശലോകമൊക്കെ അവർക്ക് അറിയില്ല. അവർക്ക് ബൈത്തുൽ മുഖദ്ദസിൽ കച്ചവടത്തിനും മറ്റുമൊക്കെ പോയ അനുഭവമുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ വിവരണങ്ങളൊക്കെ ചോദിച്ചു. അതിന് ഇത്ര വാതിലുണ്ട്, അതിൻ്റെ വലതു ഭാഗത്ത് എന്താ, ഇടതു ഭാഗത്ത് എന്താ, പോലെ ഇതൊക്കെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതനെ അവൻ തന്നെ കാണിച്ചു കൊടുത്തു. ചോദിക്കുമ്പോൾ ആ ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ ശരിയാണ്. എന്നാലും അധർമ്മകാരികൾക്ക് തെളിവ് കിട്ടിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. എത്ര കിട്ടിയാലും അവർ നിഷേധിച്ചു കൊണ്ടിരിക്കും. ഏതായാലും അങ്ങനെ പരിഹസിച്ചവരൊരു കൂട്ടരാണ്. ആ പരിഹസിച്ചവർ അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി അദ്ദേഹത്തോട് ഈ വിവരം പറയാണ്. കാരണം നബി പറഞ്ഞ് എന്തും വിശ്വസിക്കുന്ന ആളാണ്, നബിയുടെ വലം കൈയാണ്, ഇത് പറഞ്ഞ് അദ്ദേഹം വിശ്വസിക്കാൻ സാധ്യതയല്ല എന്ന പ്രതീക്ഷയോട് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് 2ാമത്തെ വിഭാഗം. അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്ത് ചെന്ന് അവർ പറഞ്ഞ വിഷയം എല്ലാം വിശ്വസിക്കുന്ന ആളല്ലേ, ഇപ്പം നിങ്ങളാള് പറഞ്ഞു കേട്ടോ, എന്താ ഇന്നലെ ആകാശ പോയത്രേ, അത് 2 മാസം വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസ് പോയി വന്നത്രേ. അപ്പോൾ അദ്ദേഹം ഒന്ന് ഉറപ്പ് വരുത്തി, അത് മുഹമ്മദ് നബി തന്നെയാണോ പറഞ്ഞങ്ങൾ കേട്ടോ. അതെ എന്നെങ്കിൽ അതല്ല, ഇതിൻ്റെ അപ്പുറം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതാണ് ദീനീ വിഷയത്തിൽ നമ്മുടെ നിലപാട്. ഈ 2ാമത് പറഞ്ഞ വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. നമുക്ക് സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടും. സിദ്ദീഖ് എന്ന് പേര് കിട്ടിയ അമ്പിയാക്കളെ തൊട്ട് താഴെയാണ് ഓലെ സ്ഥാനം എന്നാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞു, അമൻ യുതിഇല്ലാഹ വർ റസൂൽ, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചവൻ, അവർ ഫൗലായിക്ക, അവർ സ്വർഗത്തിൽ മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. ആരാണ് അള്ളാഹ് അനുഗ്രഹിച്ചവര്?
അതാ മിനൽ അൻഅമല്ലാഹു അലൈഹിം മിനൻ നബീന, നബിമാര് അള്ളാഹു അനുഗ്രഹിച്ചവർ. പിന്നെ വസ്സിദ്ദീഖീന, സിദ്ദീഖുകൾ. അത് കഴിഞ്ഞിട്ടാണ് വശുഹദ, രക്തസാക്ഷികൾ എന്ന് പറഞ്ഞു. രക്തസാക്ഷികളുടെ മുമ്പിലാണ് അള്ളാഹിന്റെ ദീനുള്ളതൊക്കെ സത്യപ്പെടുത്തി ജീവിതത്തിൽ പകർത്തുന്നവരെ പറ്റി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള ഒരു പാഠമാണ് ഞാൻ കേൾപ്പിച്ചത്. ഇത് കേട്ടപ്പോൾ രണ്ട് വിഭാഗമുണ്ട്. അതിൽ ഏതിലാണ് നമ്മൾ പെടേണ്ടത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന് ഒക്കെ ചുരുക്കി കേൾപ്പിക്കൊള്ളു. 5 നേരത്തെ നമസ്കാരത്തിന്റെ പ്രത്യേകത. 2 വ്യക്തികളോടാണ് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ വേറെ മലക്കുകളുടെ മാധ്യമമില്ലാതെ സംസാരിച്ചത് നമ്മൾ പറഞ്ഞു. അതിലൊന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മുമ്പ് മൂസാ നബിയായിരുന്നു. ഈ മൂസാ അലൈഹിസ്സലാം അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വഹയി കിട്ടി, പ്രവാചകനാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി, അത്തരം കാര്യങ്ങളാണ് വന്നത്. അത് കുറച്ച് സമയമുണ്ടായിട്ടുള്ളൂ. എന്നാൽ അവിടെയും പറഞ്ഞു അഖീമി സ്വലാത്ത ലിദിക്രി, ഇനി നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് പ്രവാചകനായി തെരഞ്ഞെടുക്കുകയാണ്. എന്നിട്ടുള്ള നിർദ്ദേശമാണ് നമസ്കാരം മുറപ്രകാരം തെറ്റാതെ നിർവഹിക്കുക എന്നുള്ളത്. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഥയോ, 7 ആകാശങ്ങളുടെ ഓരോ ആകാശത്തും അമ്പിയാക്കളെ കാണുന്നുണ്ട്. അദ്ദേഹം അവരോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ 7 ആകാശവും കഴിഞ്ഞ് അതിന്റെ അപ്പുറം സിദ്റത്തുൽ മുൻതഹ എന്ന അതൊരു മരം എന്നാ പറയുന്നത്, സ്വർഗത്തിന്റെ അടുത്തുള്ള ആ പ്രദേശത്തിലേക്ക് എത്തി. എന്നിട്ട് റബ്ബിനോട് സംസാരിക്കുകയാണ്. റബ്ബ് സംസാരിക്കുകയാണ്. 50 നേരത്തെ നിസ്കാരമാണ് പറഞ്ഞത്. നിനക്ക് 50 നേരത്തെ നിസ്കാരം നിനക്കും നിന്റെ ഉമ്മത്തിനും നിർബന്ധമാക്കുന്നു എന്ന് പറഞ്ഞു. അതുമായി മടങ്ങി വരുമ്പോൾ മൂസാ അലൈഹി സ്വലാമിനെ കാണുന്നു. അദ്ദേഹം ഇടപെടുന്നു. 50 നേരം കഴിയില്ല, ഇസ്രായേലിലൊക്കെ നന്നായി പരിചയമുണ്ട് എനിക്ക്, അതുകൊണ്ട് ഇളവ് ചോദിക്കണം, കുറക്കാൻ പറയണം. അങ്ങനെ മടങ്ങിപ്പോകുന്നു. അപ്പൊ എത്ര വട്ടം റബ്ബിലേക്ക് തിരിച്ചുപോയി റബ്ബ് നേരിട്ട് സംസാരിക്കുന്നു. ഇങ്ങനൊരു ഭാഗ്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ കിട്ടിയത്. അങ്ങനെ കുറച്ച് അവസാനം 5 ആയപ്പോൾ റബ്ബ് പറഞ്ഞു, ഈ 5 നിസ്കരിച്ചാൽ മതി, 50 നേരം നിസ്കരിച്ച കൂലി തരും. അപ്പൊ എത്ര പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ഇതൊക്കെ പറയും പണ്ഡിതന്മാർ പറയും അസ്വലാത്തു മിറാജുൽ മോമിൻ. മിറാജ് റസൂൽ തിരുമേണ്ടല്ലോ, പക്ഷെ നമുക്കൊക്കെ ഒരു മിറാജുണ്ട്, അത് നമസ്കാരമാണെന്നാ പറയണം. നമ്മുടെ മിറാജ് നമസ്കാരമാണ്. റബ്ബിനോടുള്ള സംസാരിക്കാനുള്ള അവസരമാണ്. റബ്ബിലേക്ക് എത്താൻ, അവൻ തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗത്തിലേക്ക് എത്താൻ സത്യവിശ്വാസിയായ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട അവൻ ചെയ്യേണ്ടത് 5 നേരത്തെ നമസ്കാരമാണ്. അത് നിർബന്ധമാക്കാൻ ആകാശലോകങ്ങളും കഴിഞ്ഞ് സിദ്റത്തുൽ മുൻതഹ എന്ന പ്രദേശത്തിലേക്ക് നബി തിരുമേനിയെ അള്ളാഹ് കൊണ്ടുപോയി. അവിടെ വെച്ചൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യപരിപാടി 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കലായിരുന്നു. ഈ വിഷയത്തിൽ നമ്മളും നമ്മുടെ മക്കളും സമൂഹമൊക്കെ എങ്ങനെ എന്നൊന്ന് ആലോചിക്കാൻ വേണ്ടി മാത്രമാണ് അതവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം, നമ്മുടെ ആ നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്നൊക്കെ നമുക്ക് അഭിമാനിക്കാൻ ഉള്ള വിഷയമാണ്. ലോകർക്കൊരാൾക്കും കിട്ടാത്തൊരവസരമാണ് മുഹമ്മദ് നബിക്ക് അള്ളാഹു ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോകത്ത് ആരെങ്കിലും ആ പ്രദേശത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ? അമ്പിയാക്കളുമില്ല. കാരണം ജിബ്രീലിന് പോലും പ്രവേശനമില്ലാത്ത പ്രദേശത്തേക്കാണ് പിന്നെ അവസാനം നബി തിരുമേനി എത്തുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ നമസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ എത്ര മഹത്തരമാണ്. അന സയ്യിദുൽ ബഷർ എന്ന് റസൂൽ പറഞ്ഞല്ലോ, സയ്യിദുന്നാസ്, മാലോകരുടെ നേതാവാണ് ഞാൻ. അപ്പൊ ലോകത്തിന്റെ ഏറ്റവും വലിയ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരായി നമ്മൾ എന്നത് അഭിമാനിക്കാവുന്ന ഒരു വിഷയമാണ്. ഇനി ഇസ്രാ മിഅ്റാജും ഒരു അത്ഭുതം എന്ന നിലക്ക് മാത്രമല്ല, വാസ്തവത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് ഇത് ലോക ചരിത്രത്തിന്റെ ഒരു സംഗ്രഹം. അത് റബ്ബിങ്ങനെ നൽകിയതാണ്. ലോക ചരിത്രത്തിന്റെ ഒരു സംഗ്രഹം ഇതിലുണ്ട് എന്നാ പറയുന്നത്. ഇന്ന് പലരും ചരിത്രം പഠിപ്പിക്കലുണ്ട് നമ്മളെ. അങ്ങനെയൊന്നുമല്ല. യഥാർത്ഥ ചരിത്രം അതെങ്ങനെയെന്നുള്ളത് അതിന് ചില മാനദണ്ഡമുണ്ട്. ചരിത്രം എങ്ങനെ വായിക്കണമെന്നൊരു മാനദണ്ഡമുണ്ട്. പഴയ ചരിത്രം പലതും നമ്മൾ കേൾക്കും, അതൊക്കെ ചില ഊഹങ്ങൾ മാത്രമാണ്. എന്നാൽ മുഹമ്മദ് നബി വന്നതിലൂടെയോ പിന്നെയാണ് ഈ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഹദീസ്
ഹദീസിന്റെ അടിസ്ഥാന ശാസ്ത്രം എന്ന നിലക്കുള്ള ഉസൂലുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രം ഇതൊക്കെ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞ നബി ഒരു കാര്യം പറഞ്ഞാൽ, ഇസ്ലാം ഒരു കാര്യം പറഞ്ഞാൽ അത് പണ്ടെന്നോ പറഞ്ഞു പോയതല്ല, മറിച്ച് അത് പറഞ്ഞാൽ അതാരൊക്കെ പറഞ്ഞു അവരുടെ ചരിത്രം മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്രയേറെ ചരിത്രത്തെ ശുദ്ധീകരിച്ച ഒരനുഭവം മുമ്പുമില്ല ശേഷമില്ല. ഇപ്പൊ നമ്മൾ പണ്ട് ഇബ്രാഹിം നബി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ബൈബിള് പരിചയപ്പെടുത്തിയത് കൊണ്ടല്ല. കാരണം ബൈബിളിലും തൗറാത്തൊക്കെ എടുത്താൽ അതിനൊന്നും സനദില്ല. അതൊക്കെ ഒരു തരം മിഥ്യകളായി. ആൾക്കാർ കേൾക്കുന്ന ചരിത്രം അത് സത്യമാണോ എന്ന് നമ്മുടെ അടുത്ത് നിന്ന് നിർണയിക്കാൻ യാതൊരു മാനദണ്ഡവുമില്ല. പിന്നെ എന്ത് നമ്മൾ വിശ്വസിക്കുന്നത്? അത് സനതുള്ള വിശുദ്ധ ഖുർആൻ പറഞ്ഞതുകൊണ്ട്, അത് സനതുള്ള മുഹമ്മദ് നബി പറഞ്ഞതുകൊണ്ട്. അതാണ് ചരിത്രം. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തുമില്ലെങ്കിൽ ലോകത്തിന്റെ ചരിത്രം സത്യമോ അസത്യമോ നമുക്ക് അറിയൂല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എങ്ങനെ മനസ്സിലാക്കുക? സനദില്ല അതിനൊന്നും. സനദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ഉള്ളൂ. നബിയുടെ ഒരു ഹദീസ് ഒരുത്തം പറഞ്ഞ അയാളുടെ ചരിത്രം ഒട്ടേറെ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ മുമ്പിലുണ്ട്. അയാൾ സത്യസന്ധനാണോ അല്ലയോ? അല്ലെങ്കിൽ ഹദീസ് തള്ളപ്പെടും. നബിന്റെ പേരിൽ ഒരാൾക്കും കള്ളം പറയാൻ കഴിയില്ല. അതാണ് നബിയുടെ പ്രത്യേകത. മുമ്പുള്ളവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ചരിത്രം എന്ന പേരിൽ പലരും പറയുമ്പോൾ ശരിയാണോ തെറ്റാണോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. എന്നാൽ ഉറച്ച ചരിത്രം ഈ പറയണത് എന്താണ്? ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി എത്തി. ലോകത്തുള്ള അമ്പിയാക്കളെ മുഴുവനും അള്ള നബിക്ക് വേണ്ടി അവിടെ ഹാജരാക്കി കൊടുത്തു. ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്കും അയക്കപ്പെട്ട പ്രവാചകൻ മുഴുവനും സമ്മേളിച്ചൊരു ലോകമഹാപ്രവാചക സമ്മേളനം അതല്ലേ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് നടന്നിട്ടുള്ളത്. എന്നിട്ടോ അവരുടെ ഫസ്റ്റ് സോഫിൽ ഇബ്രാഹിം നബി ഉണ്ട്, ഉലുലസൂലിൽപ്പെട്ട നബിമാരൊക്കെ ഉണ്ട്. അവിടെ വെച്ച് നബി ഇമാമായി നിസ്കരിക്കുകയാണ്. ആർക്ക്? ആദം അലൈഹിസ്സലാമിന്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്, നൂഹ് നബിക്ക്, ഈസാ നബിക്ക്, മൂസാ നബിക്ക്. അങ്ങനെ ലോകത്ത് എത്ര നബിമാർ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഇമാമായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നു. ഇതെന്താ പാഠം? ഈ അമ്പിയാക്കളുടെ സന്ദേശം മുഴുവനും ഒരൊറ്റ സന്ദേശമാണ്. അപ്പൊ ലോകത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ മതങ്ങളുടെ ചരിത്രമല്ല, ഒരേ ഒരു മതത്തിന്റെ ചരിത്രമാണ്. പിന്നെ ജനങ്ങളാണ്, ആദർശമല്ല വ്യതിചലിച്ചത്, ജനങ്ങളാണ് വ്യതിചലിച്ചത് എന്നർത്ഥം. ചരിത്രത്തെ അങ്ങനെ കാണാം. അതാണ് വസ്തുനിഷ്ഠമായ ചരിത്രം. ഇതല്ലാത്തൊരു സനതുള്ള ചരിത്രം ലോകത്തില്ല, ഇനി ഉണ്ടാവൂല. ഈ പിൽക്കാലത്ത് ഒരുത്തം പറഞ്ഞ അയാൾ ചരിത്രം മുഴുവൻ എഴുതി വെച്ച് സത്യസന്ധനാണോ, അയാൾ സത്യസന്ധനാണോ അല്ലേ, അയാൾക്ക് സ്മരണശക്തി എത്ര ഉണ്ട്, അയാൾ വിശ്വസിക്കാൻ പറ്റൂ ഇല്ലേ, ഇങ്ങനെ തുടങ്ങിയ 100,000 പ്രശ്നങ്ങൾ പരിശോധിക്കുന്ന ഒരു വിജ്ഞാന സംവിധാനം പിൽക്കാലത്ത് വരും? ഒരിക്കലും വരില്ല. ഇത് നബി മുൻകൂട്ടി പ്രവചിച്ചതാണ്. ഇങ്ങനെയുള്ള വിജ്ഞാനം വരും എന്റെ ഹദീസിനെ സംരക്ഷിക്കാൻ. അങ്ങനെ നബി തിരുമേനി പറഞ്ഞിട്ടുള്ളത് അത് മുൻകൂട്ടി പ്രവചിച്ചൊരു കാര്യം. അപ്പൊ എന്ന് പറഞ്ഞാൽ ലോക ചരിത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അള്ളാഹുവിന്റെ സന്ദേശം, ഇസ്ലാം എന്ന സന്ദേശം അത് ജനങ്ങൾക്ക് നൽകുന്നു. സ്രഷ്ടാവിന്റെ മുമ്പിൽ എല്ലാവരും കീഴടങ്ങണം, അവന് നിയമങ്ങളനുസരിച്ച് ജീവിക്കണം. അത് പറഞ്ഞു പഠിപ്പിക്കാൻ അമ്പിയാക്കളെ പറഞ്ഞയക്കുന്നു, ജനങ്ങളെ വ്യതിചലിക്കുന്നു, വീണ്ടും നബിയെ പറഞ്ഞയക്കുന്നു, വീണ്ടും ജനങ്ങളെ വ്യതിചലിച്ച് വീണ്ടും നബിമാരെ പറഞ്ഞയക്കുന്നു. ഇതാണ് ശരിക്കും ലോകത്തിന്റെ ചരിത്രം. അപ്പൊ അതിന്റെ ഒരു സംഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൊടുത്ത കാര്യമാണ്. ഈ ഒരൊറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കണം, ഒറ്റ കാര്യം കൂടി. അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നത് എപ്പോൾ സംഭവിച്ചാന്നറിയാം. ഇസ്രാ മിറാജ് എപ്പോഴാണ് സംഭവിച്ചത്? അതിൽ വേറൊരു പാഠം നമുക്കുണ്ട്. നബിയുടെ ഹിജറയുടെ 1 വർഷം മുമ്പാണ് അങ്ങനെ ചരിത്രത്തിൽ പറയുന്നത്. ഇസ്രാ മിറാജ് സംഭവിച്ചത് ഹിജറ പോണിന്റെ 1 കൊല്ലം മുമ്പ് എന്നാണ് പറയുന്നത്. പിന്നെയോ ആ സന്ദർഭം പറയുന്നത് ആമുൽ ഹുസൻ, ദുഃഖത്തിന്റെ കൊല്ലം എന്നാണ് പേര്. എന്താ ദുഃഖത്തിന്റെ കൊല്ലം? ഒന്ന്, നബി തിരുമേനിക്ക് വീട്ടിൽ വലിയ സമാധാനമാണ്. ഖദീജ അവര് മരിച്ചുപോയി. പുറത്ത് മറ്റുള്ളവർ ആക്രമിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു തടസ്സമായിരുന്നു ആര്? അബൂ ത്വാലിബ്, അദ്ദേഹവും മരിച്ചുപോയി. അപ്പൊ നബിക്ക് വല്ലാത്തൊരു ദുഃഖമുണ്ടാക്കിയ കൊല്ലായതുകൊണ്ട് അങ്ങനെയാണ് ഈ പേര് ആമുൽ ഹുസൻ, ദുഃഖത്തിന്റെ കൊല്ലം. അങ്ങനെ നബി മക്കയിലെ പ്രയാസം സഹിക്കാൻ കഴിയാതെ ത്വായിഫിലേക്ക് പോയി. അവിടെയുള്ള ആൾക്കാർ എറിഞ്ഞാട്ടി. അതിനുശേഷമാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടാകുന്നത്. അത് വലിയൊരു കാര്യമാണ്. നമ്മളൊക്കെ ദീനനുസരിച്ച് ജീവിക്കുക എങ്കിൽ ജനങ്ങളെ പേടിച്ചിട്ട് ദീന് മറച്ചു വെക്കേണ്ടതുള്ളതുപോലെ പകർത്തുക. പരിഹസിക്കുന്നവരുണ്ടാവും, എന്നാലും അതിൽ നിന്ന് മാറരുത്. എങ്കിൽ നമുക്ക് വേണ്ടി ആകാശലോകങ്ങൾ തുറക്കപ്പെടും. ഇങ്ങനെ ദീനിനു വേണ്ടി ജീവിച്ച പ്രവാചകനെ സമാധാനിപ്പിക്കാൻ ഈ ലോകത്തിലെ മനുഷ്യന്മാർ അവർ തൽക്കാലം നിങ്ങളെ ഉപദ്രവിച്ചാലും നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു മഹാലോകം വേറെയുണ്ട്. ആകാശലോകങ്ങളിലെ മലക്കുകൾ
അതുകൊണ്ട് റബ്ബ് പറഞ്ഞയച്ച അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെയൊക്കെ മുമ്പിലാണ് നിങ്ങൾ എന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതുകൊണ്ട് ദീനനുസരിച്ച് ജീവിച്ചാൽ നമുക്കും ആകാശങ്ങൾ തുറക്കപ്പെടും. ആ രൂപത്തിലല്ലെങ്കിലും റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്നൊരു കാര്യം ഇതിൽ അറിയിക്കുന്നു. എന്നാൽ ഇത്തരം വലിയ വലിയ സംഭവങ്ങൾ, ഇത് മഹാസംഭവമാണല്ലോ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. ഇവിടെ പിശാചി കളിക്കുന്ന ഒരു കളിയുണ്ട്. എന്താ നിങ്ങൾ, വലിയ സംഭവം വിദഗ്ധത്തിനുള്ള ഒരു സുരക്ഷാ കേന്ദ്രമാക്കി മാറ്റാൻ പറ്റുന്നുള്ളത് പിശാചിനറിയാം. വലിയ സംഭവങ്ങൾ അതെന്ത് ചെയ്യാം, അതിന്റെ കൂട്ടത്തിൽ കുറച്ച് വിദഗ്ധകളും ശിർക്കൻ കാര്യങ്ങളും വെച്ചാൽ ചെലവാകും. അപ്പൊ വിദഗ്ധ എങ്ങനെ വരിക എന്നറിയാം. വിദഗ്ധ എങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ പരീക്ഷിച്ചുകൊണ്ടല്ല വരിക, അത് അംഗീകരിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ വരിക. എന്നിട്ട് അതിലേക്ക് ഇവരെ വക ഒന്ന് കൂട്ടും എന്ന് പറഞ്ഞാൽ ഇസ്രാ മിഅ്റാജ് മഹാസംഭവമാണ്, അത് തള്ളിക്കൊണ്ടല്ല അതിലേക്ക് വിദഗ്ധ വരിക. പിന്നെ അതിലേക്ക് ചിലതിങ്ങനെ കടത്തി കൂട്ടും. ഏതുപോലെ നബി ജനിച്ച ദിവസം ഒരു സംഭവമാണല്ലോ. നബി ലോകത്തിന്റെ ഈ ജാതി മഹാൻ, അങ്ങനെ ഒരു മനുഷ്യൻ ജനിച്ചതൊക്കെ ഒരു സംഭവം തന്നെയല്ലേ. അപ്പൊ ആ സംഭവത്തിലേക്കൊന്ന് കൂട്ടുക നമ്മുടെ വക, എന്നിട്ട് കുറെ അതിലേക്ക് ചേർത്തി ഉണ്ടാക്കുക. ഇതാണ് ഏറ്റവും അപകടം എന്ന പണ്ഡിതന്മാർ പറയും. കാരണം ഇതിൽ സ്വീകാര്യത കിട്ടും ജനങ്ങൾക്ക്. ഏതുപോലെ മുഹറം മാസം, മുഹറം 10 പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേലിലെ മൂസാ നബിനെ ഫിറഔനിന്റെ അക്രമത്തിൽ നിന്നുള്ള രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അപ്പം എന്ത് ചെയ്തു, അതിന്റെ പോരിശി മഹത്വമൊക്കെ പറയാം. എന്നിട്ട് അന്ന് ആഘോഷമാക്കുമ്പോൾ ജനങ്ങൾക്ക് എതിർക്കാൻ കഴിയില്ല. ഇത്ര വലിയൊരു സംഭവം ആഘോഷിച്ചുകൂടെ, അതിനിപ്പോൾ എന്തിനാ ഞങ്ങൾ എതിർക്കണേ? നമ്മുടെ ചോദ്യം അവിടെ ദുർബലമായി പോകും. കാരണം മറ്റേത് വികാരം ശക്തമായി നിൽക്കണം അവിടെ. അതുകൊണ്ടാണ് നബിദിനത്തെ എതിർത്താൽ എന്താ നബിദിനിച്ച ചെയ്തൂടെ, ഭക്ഷണം കൊടുത്തൂടെ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം ശക്തമാവുകയും അതിന് മാതൃകയില്ലെന്ന് പറയുന്ന എതിർപ്പുകൾ ദുർബലമായി പോവുകയും ചെയ്യാണ്. പിശാച് നല്ല കളി കളിക്കുകയാണ് അവിടെ. ഇവിടെ നമ്മുടെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ, സഹാബികൾ ചെയ്തിട്ടുണ്ടോ, താബികൾ ചെയ്തിട്ടുണ്ടോ, മുൻ തലമുറക്കറിയുമോ, 4 ഇമാമികൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്തായി, ജനങ്ങൾക്ക് ആഘോഷം വേണം, ഭക്ഷണം വേണം. അതുകൊണ്ട് എന്ത് ചെയ്യും, വെറുതെ കുറെ ഭക്ഷണം കിട്ടുകയാണ്, അല്ലെ ആഘോഷിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാർ. ഇത് കിട്ടുമ്പം പിന്നെ ആൾക്കാർ യഥാർത്ഥത്തിലുള്ള കാര്യം ചിന്തിക്കൂല എന്നർത്ഥം. ബദർ വല്ലാത്തൊരു സംഭവം ഇസ്ലാമിൽ, അതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ബദരീങ്ങളെ പൗരുഷ പറഞ്ഞിട്ട് അവരോട് തന്നെ പ്രാർത്ഥിക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങൾ, തൗഹീദിന് വേണ്ടി ജീവിച്ചു മരിച്ച ബദരീങ്ങളെ തന്നെ അതിന് നേരെ വിപരീതമായ ആദർശമുണ്ടാക്കാൻ പിശാചി കളിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇസ്രാ മിഅ്റാജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, റജബ് 27 ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം. അങ്ങനെയല്ല, അത് റജബിലാണ്, റമദാനിലെന്നൊക്കെ അഭിപ്രായമുണ്ട്. റജബിലാണെങ്കിൽ തന്നെ 27 യാതൊരു ഉറപ്പുമില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് പ്രത്യേക ഇബാദത്ത് ഉണ്ടാക്കാൻ നമുക്ക് എന്തവസരമുള്ളത്? ഒരു അനുവാദമില്ല. റജബ് 27 നോമ്പെന്ന് സ്ത്രീകളൊക്കെ കണ്ടമാനം പറയുന്നത് കേൾക്കലുണ്ട്, പുരുഷന്മാരും. അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ റജബിന്റെ രാത്രിയിൽ ചില നിസ്കാരങ്ങൾ പറയുന്നുണ്ട്. റഗായിബിന്റെ നമസ്കാരം വേറെ, ഓരോ ദിവസവും പ്രത്യേക ദിക്റുകൾ പഠിപ്പിക്കാൻ. എന്താ വെച്ചാൽ ഇസ്രാ മിഅ്റാജ് ഒരു മഹാസംഭവമാണല്ലോ. ആ വികാരം മുതലെടുത്തിട്ട് അതിലേക്ക് ബിദ്അത്തുകൾ കയറ്റിക്കൂട്ടാനേ പിശാചിന് നല്ല എളുപ്പമാണ്. അതുകൊണ്ട് ആ മഹാസംഭവം ബിദ്അത്തിന്റെ ശിർക്കിന്റെ സുരക്ഷാ കേന്ദ്രങ്ങളായി മാറുന്നു. ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടത്തിൽ പെട്ടുപോകും എന്നുകൂടെ സൂചിപ്പിക്കാൻ. റജബ് സാധാരണ മാസം പോലെ എന്ന് പറഞ്ഞ 4 പവിത്ര മാസമുണ്ട്, പ്പെട്ട മാസമാണ്. എന്നാൽ ആ പവിത്ര മാസം പ്രത്യേക ഒരു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാചകം, ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. ഹദീസിലില്ല, ആയത്തിലേതാലുമില്ല. ഒരു പുതിയ സൽക്കർമ്മം പൂർവികർ ചെയ്തതില്ല. അത് ചെയ്താൽ അപകടമാകും. ദീനിൽ നമ്മൾ പുതിയൊരു കാര്യം ഉണ്ടാക്കലാകും. ബിദ്അത്ത് വലിയ അപകടം പിടിച്ച വിഷയമാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരും വസിയത്ത് ചെയ്യുന്നു. ഞാൻ അവസാനം പറഞ്ഞ റജബിലെ ബിദ്അത്തുകളുമായി ബന്ധപ്പെട്ട് കുറെ പണ്ഡിതന്മാരെ വാചകമൊക്കെ ഉണ്ട്. അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുള്ളത് മാത്രമേ ചെയ്യാവുന്ന കണിശമായി നിലനിൽക്കുന്നവർ, അവർക്ക് രക്ഷയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പറയും. ആ കൂട്ടത്തിൽ എല്ലാവരും കേട്ടൊരു പേരുള്ള ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇമാം ബുഖാരിന്റെ സഹീഹിന് വിശദീകരണം എഴുതി. അദ്ദേഹം പറഞ്ഞൊരു വാചകം മാത്രം പറയാം. ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബ് വലാ സിയാമിഹി. ഈ റജബ് മാസത്തിന്റെ പ്രത്യേകതയെ പറ്റിയോ അല്ലെങ്കിൽ അതിൽ നോമ്പെടുക്കുന്നതിനെ പറ്റിയോ
വലാഫി സിയാമി ഷെയ്ഇൻ മുഅയ്യൻ നിർണയിച്ച്, സാധാരണ നോമ്പ് നമ്മൾ എടുക്കുന്ന സുന്നത്തൊക്കെ ഉണ്ടല്ലോ, അതല്ലാതെ അന്ന് മാത്രം നിർണയിച്ചുള്ള ഒരു നോമ്പിന്റെ മഹത്വം പറയുന്ന ഒരൊറ്റ ഹദീസും വലാഫി ഖിയാമിലെ അന്ന് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനെ പറ്റി പറയുന്ന ഫി ഹദീസു സഹീഹ് യസ്ലുൽ തെളിവിന് പറ്റുന്ന ഒരൊറ്റ ഹദീസും ഇല്ല. എന്നിട്ട് ഇപ്പോഴും ഓരോ ആൾക്കാർ എന്ത് ചെയ്യും, ആദ്യത്തെ ദിവസം അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റേ ദിക്ർ ചെയ്ത് ആക്കൂലി കിട്ടും, ഇതുണ്ട്, സ്വന്തമായി ദിക്റുണ്ടാക്കിയിട്ട് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കണം. അത് പിശാചിന്റെ ദുർബോധനം കൊണ്ട് വരുന്നതാണ്. വലിയ ചെറിയൊരു കാര്യം പോലും മതത്തിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റൂല. അത് നബിയോടുള്ള ഇഷ്ടമാണ്, നമുക്ക് നമ്മളീ സ്നേഹമാണല്ലോ, സ്വർഗത്ത് പോണല്ലോ. റസൂൽ തിരുമേനി പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഏത് ഈ സൂര്യ ഉദിച്ച പ്രകാശം എത്തിയ എവിടെയൊക്കെ സ്ഥലമുണ്ട്, അതൊക്കെ കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം 4 വാചകമാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇങ്ങനെ കൂലിയുള്ള കാര്യമാണ്, നമുക്ക് എപ്പോഴും ചെല്ലാവുന്നതാണ്. പക്ഷേ എന്ത് ചെയ്തു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റസൂൽ തിരുമേനിയൊക്കെ മരിച്ചുപോയി, വലിയ സഹാബികളൊക്കെ മരിച്ചുപോയി. അപ്പണ്ട് കൂഫയിലെ പള്ളിയിൽ കുറച്ച് ശൈഖന്മാർ നിന്നിട്ട് വട്ടത്തിലിരുന്നിട്ട് കുറെ ആൾക്കാർക്ക് നേതൃത്വം കൊടുക്കണം. എല്ലാവരുടെ കയ്യിൽ 100 വീതം കല്ലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയും 100 വട്ടം സബ്ബിഹു തസ്ബീഹ് ചെല്ലുക, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, കല്ലുപയോഗിച്ചിട്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കബീറുമിയാൻ 100 വട്ടം അല്ലാഹു അക്ബർ പറഞ്ഞോളി, പിന്നെ 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളി, 100 വട്ടം അല്ലാഹു അക്ബർ. ഇങ്ങനെ ഇബ്നു മസ്ഊദ് വന്നിട്ട് പറയാണ്, റസൂൽ തിരുമേനിയുടെ വസ്ത്രം പോലും നിരുമ്പി പോയിട്ടില്ല, പാത്രങ്ങൾ പൊട്ടിയില്ല, അപ്പോഴേക്കും ഈ ബിദ്അത്ത് തുടങ്ങിയോ. ഇപ്പം എന്താ സുബ്ഹാനല്ലാഹ് പറയല്ലേ, നല്ല കാര്യമല്ലേ എന്നൊരു ചിന്തിക്കണേ. നല്ലതല്ലേ ഞങ്ങൾ ചെയ്ത്, അതിനൊരു രൂപം വരെ ഉണ്ടാക്കി. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ചെല്ല എപ്പോഴും ചെല്ല. ഇവർ അതിനൊരു ഇമാമും അതിന് നേതൃത്വവും കാര്യമൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് അതിന് പ്രത്യേക രൂപം. അത്ര ചെറിയൊരു വിഷയം തോന്നുന്നത് തന്നെ ഇബ്നു മസ്ഊദ് അവരുടെ പള്ളി നാട്ടിവിടുക ചെയ്തത്. ഇത്ര പെട്ടെന്ന് ബിദ്അത്ത് തുടങ്ങിയെന്ന് വെച്ചിട്ട്. പിന്നെ ആ റിപ്പോർട്ട് സാഹബി പറഞ്ഞു, അതിലും ഭൂരിഭാഗം ആൾക്കാരും പിൽക്കാലത്ത് അലി ഇബ്നു അബീ ത്വാലിബിനെ യുദ്ധം ചെയ്ത ഖവാരികളെ കൂട്ടത്തിൽ ഞങ്ങൾ കണ്ട് ദീനിൽ പുതുതൽ ഉണ്ടാക്കിയ ദീനാണ് പുറത്തു പോലെ അവസാനം ക്രമേണ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോൾ ജാഗ്രത വേണം. ബിദ്അത്തിനെതിരെ ശക്തമായ ശബ്ദങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കണം. അവിടെ എപ്പോഴും നമ്മൾ ചോദിക്കണം, പൂർവികർ ചെയ്തോ, പൂർവികരുണ്ടോ, നബിയുടെ കാലത്തുള്ളതാണ് ദീന്, അവർക്കില്ലാത്തൊരു ഇബാദത്ത് നമുക്ക് വേണ്ട, അത് ചെയ്താൽ അപകടം ഉണ്ടാവുന്നുള്ളത് ചിന്തിക്കത് വെച്ച് ആ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. നമുക്ക് ആ പൂർവികരുടെ ആ പാത, ഇതിനെ സിറാത്തുൽ മുസ്തഖീം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമല്ലോ, ആ ചൊവ്വായ വഴി ചേർക്കണേ. അവിടെ നിർത്തിയിട്ടില്ല. അപ്പം എല്ലാവർക്കും പറയും ഞങ്ങൾ ചൊവ്വായ മാർഗ്ഗമാണ്, ഞങ്ങൾ ചൊവ്വായ മാർഗ്ഗം, എല്ലാവരും തർക്കിക്കും. അതുകൊണ്ടാണ് പിന്നെ അടുത്ത സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, അപ്പോഴേ ചൊവ്വാവുള്ളൂ. അനുഗ്രഹിച്ചവരാരാണ്? അമ്പിയാക്കളാണ്. അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നബിയുടെ കാലഘട്ടത്തിലുള്ളവർ, അതിനുശേഷമുള്ളവരെന്നൊക്കെ പറഞ്ഞ് അപ്പോഴേ സിറാത്ത് മുസ്തഖീം ആവുള്ളൂ. അതാണ് നമ്മുടെ ദീന്. അങ്ങനെ ശുദ്ധമായ ദീന്, കലർപ്പില്ലാത്ത ദീന് ജീവിതത്തിൽ പകർത്തുള്ള തൗഫീഖ് നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ അമ്പിയാക്കളുടെ സിദ്ദീഖുകളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാം അവന്റെ മഹലായ ഫള് കൊണ്ട് നൽകുമാറാവട്ടെ. നമ്മയൊക്കെ അവൻ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. واخر دعوانا ان الحمد لله رب العالمين وصلى الله على محمد.